ഹായ്. അപ്പോൾ നമുക്ക് എലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾക്ക് പയ്യോളിയാണ് വോട്ട്. അപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മാത്രമേ കേട്ടോ വോട്ടുള്ളൂ, പ്രഭിക്ക് വോട്ടില്ല. എന്താണെന്നറിയില്ല, പഞ്ചായത്ത് എലക്ഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രഭിക്ക് വോട്ടില്ല കേട്ടോ. അപ്പം ഞാനത് വോട്ട് ചെയ്യാൻ പോകാൻ നിൽക്കുകയാണ്. കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനെൻ്റെ ആൻറ്റി ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ആൻറ്റീനെ വീട്ടിലാക്കുകയും വേണം. അപ്പോൾ നാനുവിനെ റെഡിയാക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി നാനു എണീക്കാൻ. അപ്പോൾ നാനുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നേരത്തെ പോയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം വോട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനും മോളും ആൻറ്റിയും അവിടെ ഇലക്ഷൻ നടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇഡ്ഡലിയും സാമ്പാറായതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നിട്ട് കഴിച്ചതാണ്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും മുട്ട റോസ്റ്റും ആയിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ കുറച്ച് കല്ലുമ്മക്കായ വാങ്ങിയിട്ടുണ്ടായിരുന്നു പോകുന്ന വഴി. കല്ലുമ്മക്കായ ഇങ്ങനെ പുഴുങ്ങിയെടുത്തത് കഴിക്കാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഞാനും അതാണ് ഇങ്ങനെ പൊളിച്ച് കഴിക്കുന്നത്. അങ്ങനെ അതാ നമ്മൾ ഉച്ചയായപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ചോറ്, പിന്നെ പപ്പടം, ഉപ്പേരി, പിന്നെ മീൻകറി, നമ്മുടെ കല്ലുമ്മക്കായ, അതുപോലെ പച്ചക്കറി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കാളൻ. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടിയിട്ട് നല്ല മിക്സ് ചെയ്ത് കഴിക്കുകയാണ്. നല്ല ഫ്രഷ് മാന്തളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കല്ലുമ്മക്കായ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു വാട്ടർ മെലൺ എടുത്ത് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിലേക്ക് എത്താനായപ്പോൾ ഞങ്ങളൊരു ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഹോട്ടലല്ല, ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അതാ നല്ലൊരു ചായയും പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ നല്ല അടിപൊളി സമൂസ ഉണ്ടായിരുന്നു, ചിക്കൻ സമൂസ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫില്ലിങ് ഉണ്ടായിരുന്നു, അതായത് ചിക്കനായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. നാനുമോൾ അതാ നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ടാണ് നാനുവിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. നാനുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോമോസാണ് കേട്ടോ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ അങ്ങനെ അത് അവൾ കഴിച്ചു. പിന്നെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും കൂടി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു പീസ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.